മുംബൈക്കൊന്ന് വിളിക്കണം. മറക്കരുത്. ഇല്ല, കൽക്കട്ടയ്ക്ക് ലോഡ് അയക്കണം. ഓക്കെ ശരി സാർ. കുഞ്ഞിരാമ, ഭാര്യക്ക് എങ്ങനെയുണ്ട്? ഭേദമുണ്ട്, ഡിസ്ചാർജ് ചെയ്തില്ല. എന്നിട്ടാണോ താനിന്ന് പണിക്ക് വന്നത്? ലീവില്ല. സാരമില്ല, പൊയ്ക്കോളൂ. പൊതുവാളെ, തന്റെ മകളുടെ വിവാഹകാര്യം എന്തായി? എല്ലാ ഒത്തും. ഇനി ഉറപ്പിക്കണം. പക്ഷേ ഉറപ്പിച്ചോളൂ, ഒക്കെ മംഗളമായി നടക്കും. നമുക്ക് വഴിയുണ്ടാക്കാം. പൊതുവാളിന് 25,000 ഉറുപ്പിക കൊടുത്തേക്കും. ഓക്കെ സാർ. മനസ്സിലായില്ല സാറേ. 2 ആഴ്ചത്തെ ലീവിന് ചോദിച്ചിരുന്നു നാട്ടിൽ പോവാൻ. 1 മാസത്തേക്ക് പോയിക്കോളൂ. താങ്ക് യു സാർ. പിന്നെ ഇങ്ങോട്ടേക്ക് വരണ്ട. ഗരോ. മാനേജേഴ്സും എംപ്ലോയീസും തമ്മിലുള്ള വഴക്കുകൾ ബിസിനസ് ഓർഗനൈസേഷനിൽ സർവ്വസാധാരണമാണ്. പക്ഷേ ഈ വഴക്കുകൾ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ മാനേജേഴ്സും എംപ്ലോയീസും തമ്മിൽ വഴക്കുകളല്ല, പരസ്പര സഹകരണത്തോടു കൂടിയും സഹായത്തോടു കൂടിയുമാണ് വർക്ക് ചെയ്യേണ്ടത് എന്നതാണ് ടൈലർ തൻ്റെ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസിൽ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഹാർമണി നോട്ട് ഡിസ്കോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു പ്രിൻസിപ്പിളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആണ് മെന്റൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് എംപ്ലോയീസും മാനേജേഴ്സും അവരുടെ വഴക്കുകളൊക്കെ മാറ്റിവെച്ച് പരസ്പര സ്നേഹത്തോടു കൂടിയും സഹകരണത്തോടു കൂടിയും വർക്ക് ചെയ്ത് അവരുടെ തിങ്കിങ്ങിൽ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷനെയാണ് മെന്റൽ റെവല്യൂഷൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് മെന്റൽ റെവല്യൂഷൻ എന്നുള്ളത്. അപ്പോൾ പഠിച്ചിട്ട് പോവുക, ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ.